ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ +1 ബയോളജി സയൻസ് സ്റ്റുഡൻസ് ആണോ? ബയോളജി എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണമെന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ? എങ്കിൽ ഇനി ആ കൺഫ്യൂഷൻ വേണ്ട. അതിനുള്ളൊരു പരിഹാര മാർഗവുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതായത് ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എത്ര തന്നെ പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ പോയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതിന് എങ്ങനെ ആൻസർ ചെയ്യണം, ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കി ഒരു പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരത്തേയില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റീകളക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും കാണുന്നതായിരിക്കും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വളരെ ജെന്യുവനായിട്ട് നിങ്ങളതിന് ആൻസർ ചെയ്യണം. ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാപ്റ്റേഴ്സ്, ഏത് ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണോ ഡിസ്കസ് ചെയ്യുന്നത് ആ ചാപ്റ്റർ നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചിട്ട്, നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കണം. എന്നിട്ട് ആ ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓരോ ചാപ്റ്റേഴ്സിനും എത്ര കോൺസെൻട്രേഷൻ നിങ്ങൾ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഓരോ ചാപ്റ്റേഴ്സിനും നിങ്ങൾ ഇത്ര ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും. ഈ ബയോളജി പോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് പഠിക്കാനും നിങ്ങൾക്ക് ടൈം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മാത്സും കെമിസ്ട്രിയും ഫിസിക്സും നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഫിസിക്സിലാണെങ്കിൽ 15 ചാപ്റ്റേഴ്സ്, മാത്സിലാണെങ്കിൽ 16 ചാപ്റ്റേഴ്സ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ബയോളജിയിലാണ് ചാപ്റ്റേഴ്സ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. 22 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത് ബയോളജിക്കായിരിക്കും എന്നൊരു ചിന്തയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. പക്ഷെ അങ്ങനെ നിങ്ങൾ അതിന് കൂടുതലായിട്ട് സമയം നമ്മൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ അത്രയും നിങ്ങൾക്ക് അതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് രീതിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് മൂന്നും പഠിക്കുന്നതിനേക്കാളും കുറച്ച് സമയം മതി നിങ്ങൾക്ക് ബോട്ടണി ആൻഡ് സുവോളജി പഠിച്ചെടുക്കാനായിട്ട്. ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. അതായത് ഇപ്പോൾ ഞാൻ ഒരു ചാപ്റ്ററിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റ് ചാപ്റ്ററിൽ എനിക്ക് ആൻസേഴ്സ് അത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ മാത്രം കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്ത് അതിലോട്ട് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ബയോളജിയുടെ മാത്രം കേസല്ല, നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്ട്സിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഇതൊക്കെ മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്ട്സിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. എങ്കിലും ഞാൻ ബയോളജിയുടെ കേസ് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ബയോളജിയിൽ ഞാൻ തരുന്ന ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാമെന്നുള്ളതേ ഉള്ളൂ. അതിൽ യാതൊരു മാറ്റവും ഇല്ല. വളരെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഇത്ര ടൈം ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും, ഇപ്പോൾ ഞാൻ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും എണ്ണം പറഞ്ഞു, ഓരോന്നിനും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ എല്ലാവർക്കും ഒരേ ദിവസം ഒരേ ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റിയെന്നില്ല. ചിലവർക്ക് ചില ചാപ്റ്റേഴ്സ് ഈസി ആയിരിക്കും, ചിലവർക്ക് ആ ചാപ്റ്റേഴ്സ് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോരുത്തരും നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇനി നോക്കിക്കഴിഞ്ഞാൽ കഷ്ടിച്ച് നമുക്കൊരു 30 ഡേയ്സ്, നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് 30 ഡേയ്സ് തന്നെ പറയാം. അതായത് 1 മന്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതനുസരിച്ചുള്ള ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ ദിവസം ഓരോന്ന് ഇത്ര ടൈം വെച്ച് പഠിക്കും എന്നുള്ള ഒരു ടൈം ടേബിളായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് ബോട്ടണി ആൻഡ് സുവോളജി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഞാൻ ഓരോ ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓരോ ചാപ്റ്റേഴ്സ് ഞാനിപ്പോൾ ഒരു ദിവസം തരുന്ന ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആദ്യം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിൽ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അടുത്ത വീഡിയോയിൽ അതിൻ്റെ ആൻസേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ആ ആൻസേഴ്സ് തരുമ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക്
നിങ്ങൾക്കുണ്ടോ, ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ മാർക്ക് നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് തരിക. അതായത് ഞാനിപ്പോൾ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ആയിട്ട് ഇതിനു മുമ്പേ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു മോഡലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസിനും 1 മാർക്ക് വെച്ച് നിങ്ങൾ ജസ്റ്റ് 1 മാർക്ക് വെച്ച് കാൽക്കുലേറ്റ്. ഇപ്പോൾ 1 മാർക്ക് വരുമ്പോഴത്തേക്ക് ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. അപ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് 10 നിങ്ങൾക്ക് എത്രയുണ്ടെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആൻസേഴ്സ് ചെയ്ത് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര മാർക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എ, Carolus Linnaeus 2 Kingdom Classification, R.H. Whittaker dash. B, Euglena protista Mycoplasma dash. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലായാലും ആദ്യം തന്നിരിക്കുന്ന കരോളസ് ലിനേയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത നെക്സ്റ്റ് R.H. Whittaker ഫില്ല് ചെയ്യുക. അടുത്ത യുഗ്ലീന പ്രോട്ടിസ്റ്റ ആ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് മൈക്കോപ്ലാസ്മ എന്തിൽ ഇൻക്ലൂഡ് ആവും എന്നുള്ളത് നിങ്ങൾ ബേസ് ചെയ്ത് തന്നെ ആൻസർ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം 1 വേർഡ് ഫോർ ദ ഫോളോയിങ്. എ, സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫംജൈ. ബി, viruses that attack bacteria. Third question, identify the kingdom based on the clues given below. A, organisms are eukaryotic. B, their cell wall is made up of chitin. ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇത് ഏത് കിങ്ഡം, എയും ബി എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് 2 ക്ലൂസ് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് അത് ഏത് കിങ്ഡത്തിലാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, അതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ദ നെയിം വൈറസ് ദാറ്റ് മീൻസ് വെനം ഓർ പോയിസണസ് ഫ്ലൂയിഡ് വാസ് ഗിവൺ ബൈ. അപ്പോൾ അത് ആരാണ് ആ പേര് കൊടുത്തെന്നുള്ളത് നിങ്ങൾ പഠിച്ചു കാണും. അപ്പോൾ അത് ആരാണെന്നുള്ളത് അവിടെ എഴുതുക. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സജസ്റ്റ് ദ കറക്റ്റ് സയൻറ്റിഫിക് ടേം ഫോർ ദ ഫോളോയിങ്. ആൽഗൽ പാർട്ട്ണർ ഇൻ ലൈക്കൺസ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ആൽഗൽ പാർട്ട്ണർ ലൈക്കൺസ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് സയൻറ്റിഫിക് ടേം ഏതാണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ 5 ക്വസ്റ്റ്യൻസിലും നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇതെല്ലാം മുൻപേ ചോദിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുമ്പേയും എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിലെല്ലാം ഒരു 1 വേർഡ് ആയിട്ടുള്ള ടേംസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിപ്പോയ മാക്സിമം നമുക്കൊരു 2 ലൈൻസ് ഓർ 3 ലൈൻസ് അത്രയും മാക്സിമം നമുക്ക് എഴുതേണ്ടി വരത്തുള്ളൂ. അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രം മതി. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഈസ് ആപ്ലിക്കബിൾ ടു ബാക്ടീരിയോഫേജസ്. എ, ദേ ആർ ബാക്ടീരിയൽ വൈറസ്. ബി, they have double-stranded DNA as genetic material. C, the protein coat is called capsid. അപ്പോൾ ഈ 3 ഫീച്ചേഴ്സും വായിച്ചിട്ട് ഇതിൽ ഏതൊക്കെ ഫീച്ചേഴ്സാണ് ബാക്ടീരിയോഫേജസിന് ആപ്ലിക്കബിൾ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എ ആൻഡ് ബി, സെക്കൻഡ് ബി ആൻഡ് സി, തേർഡ് എ ആൻഡ് സി, ഫോർത്ത് ഓൾ ഓഫ് ദി എബോവ്. സെവൻത് ക്വസ്റ്റ്യൻ, who proposed 5 kingdom classification? Write down the criteria for this classification. 8. Question number 8. Some organisms show associations which are mutually benefited. Option A, which are the components of lichens. B, what is the ecological significance of lichen? Question number 9. Observe the figure. A, identify the organism. B, mark the labeled parts as 1 and 2. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഡയഗ്രാം നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം 1 and 2 എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന പാർട്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ എഴുതുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ. അപ്പോൾ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള
പറഞ്ഞിരിക്കുന്ന ആ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ഇപ്പം ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഫോക്കസ് ഏരിയയിൽ വരുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ആ ചാപ്റ്റർ പഠിച്ച ഒരു കുട്ടിക്ക് ഇത് നന്നായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അഥവാ അറ്റൻഡ് ചെയ്ത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ആൻസേഴ്സ് നമ്മൾ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ജെന്യുവനായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ആൻസേഴ്സ് വരുമ്പോഴത്തേക്കും നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യും. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സുമായിട്ട് കാണാം. അതുവരെ ഹാപ്പി ലേണിംഗ്.